ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയിൽ 1,106,000 പേർ എന്ന തോതിൽ എല്ലാ വർഷവും കൊല ചെയ്യപ്പെടുന്നു. MS-13, ബാരിയോ 18 എന്നു പേരുള്ള രണ്ട് ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഗ്യാങ് വാറുകൾ, കലാപങ്ങൾ, കൊലപാതകങ്ങൾ എന്നിവ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു. പൊറുതിമുട്ടിയ ഭരണകൂടം സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നു. 70,000-ഓളം സസ്പെക്റ്റഡ് ഗ്യാങ് മെമ്പേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ട ഇത്തരം കൊടും ക്രിമിനലുകളെ പാർപ്പിക്കാൻ ഒരു ജയിൽ ആവശ്യമായി വരുന്നു. അതായിരുന്നു 2023 ജാനുവരിയിൽ പണികഴിപ്പിക്കപ്പെട്ട ലോകത്തിലെ തന്നെ ഏറ്റവും സെക്യൂർഡായ, ഏറ്റവും നരകതുല്യമായ കൊടും ക്രിമിനലുകൾ പാർക്കുന്ന എൽ സാൽവഡോർ എന്ന രാജ്യത്തിലെ ടെററിസം കൺഫൈൻമെന്റ് സെന്റർ അഥവാ സേക്വേർഡ് ജയിൽ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈ സേക്വേർഡ് ജയിലിനെ കുറിച്ചാണ്. എല്ലാവർക്കും ട്രാവലർ ഫ്രം കോർമൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. എന്താണ് ഈ സേക്വേർഡ് ജയിൽ? എന്താണ് ഇതിന്റെ പ്രത്യേകത? എൽ സാൽവഡോർ എന്ന രാജ്യത്തിലെ ടെക്കലൂക്ക എന്ന സ്ഥലത്താണ് ഈ ഭീമൻ ജയിൽ. ഏകദേശം 40,000-ഓളം തടവുള്ളികളെ ഒരേ സമയം പാർപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഭീമാകാരമായ ജയിൽ. അതായത് ഒരു ചെറിയ നഗരത്തിലെ ജനസംഖ്യയെ മുഴുവൻ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള അത്രയും വലിപ്പമുണ്ട് ഈ ജയിലിന്. ഒരിക്കൽ ഈ ജയിലിലെത്തിയാൽ ജീവിതകാലം മുഴുവൻ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. ഒരു മടക്കയാത്രയില്ലാത്ത ജയിൽ. ചുറ്റും 10 മീറ്റർ ഉയരമുള്ള വൈദ്യുതി കമ്പികൾ, 24 മണിക്കൂറും ക്യാമറയുടെ നിരീക്ഷണം, ഭീകരമായ സുരക്ഷാ സേന. ജയിലിൻ്റെ ഓരോ കോണിലും ഉയർന്ന ദൂരപരിധിയിലുള്ള നിരീക്ഷണ ക്യാമറകൾ പ്രവർത്തിക്കുന്നു. ഓരോ തടവുകാരനെയും ചലനം നിരീക്ഷിക്കാൻ ഇവയ്ക്കായി ഒരു പ്രത്യേക കൺട്രോൾ റൂം തന്നെയുണ്ട്. ആയുധധാരികളായ ആയിരക്കണക്കിന് പോലീസുകാർ, സൈനികർ, പ്രത്യേകം ട്രെയിനിങ് ലഭിച്ച സുരക്ഷാ ഉദ്യോഗസ്ഥർ ജയിലിൻ്റെ അകത്തും പുറത്തും കാവലിരിക്കുന്നു. തടവുകാർ തമ്മിലുള്ള ആശയവിനിമയം പോലും നിയന്ത്രിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇവിടെയുള്ളവർക്ക് മനുഷ്യാവകാശങ്ങൾ പോലുമില്ല. ഇവിടുത്തെ തടവുകാർക്ക് നല്ലൊരു കിടക്കയോ തലോണയോ ഇല്ല. അവർക്ക് തണുത്ത മെറ്റൽ പ്ലേറ്റുകളിൽ കിടക്കേണ്ടതായി വരും. ജയിലിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ബുക്കേലെ, നായിബ് ബുക്കേലെ. ഒരു കാലത്ത് എൽ സാൽവഡോർ ലോകത്തിലെ ഏറ്റവും അപകടകരമായ രാജ്യങ്ങളിലൊന്നായിരുന്നു. 2015 1,00,000 പേർക്ക് 106.3 എന്ന കൊലപാതക നിരക്കിൽ അതിരൂക്ഷമായ തോതിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം. ദിവസവും നിരവധി പേർ ഗുണ്ടാസംഘങ്ങളുടെ ആക്രമണത്തിനിരയായിരുന്ന ഒരു രാജ്യം. ഇന്നത് 2.4 കുറഞ്ഞു. അതായത് എൽ സാൽവഡോർ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൈം റേറ്റ് കുറവുള്ള സമയം. ഒരു കാലത്ത് ഭീതിയിലായിരുന്ന ജനങ്ങൾ ഇന്ന് കൂടുതൽ സുരക്ഷിതത്വം അനുഭവിക്കുന്നു. ജനങ്ങൾ എന്തു പറയുന്നു? ബുക്കാലിയെ ഹീറോ ആയും ഡിക്റ്റേറ്ററായും ഒക്കെ കാണുന്നവരുണ്ട്. ഹീറോ എന്ന് വിശേഷിപ്പിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ ന്യായീകരിക്കുന്നവരാണ്. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ ഇനി ഭയമില്ല, ബുക്കാലെ നമ്മുടെ രക്ഷകനാണ് എന്ന് പറയുന്നവരുണ്ട്. അവർ നമ്മുടെ രാജ്യത്തിലെ ഗുണ്ടകളെ മുക്തമാക്കിയെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ കടുത്ത മനുഷ്യാവകാശങ്ങൾ പോലും ലംഘിക്കുന്ന ഡിക്റ്റേറ്ററാണ് ബുക്കാലെ എന്ന് വിശേഷിപ്പിക്കുന്നവരുമുണ്ട്. എന്തൊക്കെ തന്നെയായാലും ആ രാജ്യത്തിൻ്റെ ക്രൈം റേറ്റ് ക്രമാതീതമായി കുറയ്ക്കാൻ ബുക്കാലെക്ക് സാധിച്ചു. 50ഉം 60ഉം കൊലപാതകങ്ങൾ ചെയ്ത ഈ കൊടും ക്രിമിനലുകൾ ഇനി പുറലോകം കാണാതെ ആ ജയിലിനകത്ത് മൺമറഞ്ഞു പോകുന്നു. അവർക്കിടയിൽ ഏതെങ്കിലും ഒരു നിരപരാധി ഉണ്ടെങ്കിൽ അവൻ്റെ ജീവിതവും മൺമറഞ്ഞു പോകുന്നു എന്ന സങ്കടകരമായ വസ്തുതയും ഇതിലുണ്ട്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും goodbye.